സ്വാഗതം പ്രിയരെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടാരോ റീഡ് എന്ന് പറയുന്നത് വളരെ രസകരമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ എനിക്ക് കൂടുതൽ സന്തോഷവും സമൃദ്ധിയും ആകർഷിക്കാം എന്നുള്ളതാണ്. എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ സന്തോഷവും സമൃദ്ധി ആകർഷിക്കാം. അപ്പോൾ വെരി ഗുഡ്. ആദ്യം നമ്മുടെ അവസ്ഥ തന്നെയാണ്. രണ്ടാമത്തെ കാർഡ് സന്തോഷം ആകർഷിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കാർഡ് സമൃദ്ധി ആകർഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ, വെരി ഗുഡ്. പാഷൻ ഇഗ്നൈറ്റഡ് എന്ന് പറയുന്ന കാർഡാണ്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഹൃദയത്തിൽ നിന്ന് അഗ്നി വന്നിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. പുതിയ എന്തോ ഒരു അവയർനെസ്, പുതിയ എന്തോ ഒരു എന്താ പറയുക വികാരം, അതായത് ജലം എന്ന് പറയുന്ന മൂലകമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാർഡ് കാണുമ്പോൾ പുതിയതായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ ഇഷ്ടമുള്ളൊരു കാര്യം. എപ്പോഴും ജലം എന്ന് പറയുന്ന ഇഷ്ടം ഹൃദയത്തിൻ്റെ ഇഷ്ടമാണ്, ഹാർട്ട് ചക്രയാണ്. നമുക്ക് അടിയിൽ പച്ച കളർ കണ്ടറിയാം. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനി നമുക്ക് സന്തോഷം ആകർഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. വെരി ഗുഡ്. ട്രൂത്ത് എന്ന് പറയുന്ന കാർഡാണ്. സന്തോഷം ആകർഷിക്കാൻ ഈ 20 എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നമ്മൾ സത്യം അന്വേഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമ്മൾ എന്ത് കാര്യം നേടണമെങ്കിലും നമുക്കൊരു റിസ്ക് എടുക്കണം. നിങ്ങൾ കണ്ടറിയാലോ, ഒരു ത്രാസിൽ നിന്ന് അടുത്ത ത്രാസിലേക്ക് ചാടുമ്പോൾ ഈ ത്രാസ് നമ്മൾ ഈ എന്താ പറയുക തുലാഭാരമൊക്കെ നടത്തുന്ന പോലെയാണ്, നാടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ റിസ്ക് എടുത്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, സന്തോഷം ആകർഷിക്കാനായിട്ട് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് പോകുക എന്നുള്ളതാണ്. ഇനി സമൃദ്ധി ആകർഷിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഫാൻറ്റാസ്റ്റിക്. ഫേം ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അതായത് എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നതും അത് ഉറച്ച എന്താ പറയുക അടിത്തറ കെട്ടിപ്പടുത്തതിന് ശേഷം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത് പാഷൻ്റെ കാർഡാണ്. ഇത് മേജർ അർക്കാനയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും സമൃദ്ധി ആകർഷിക്കാനായിട്ട് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ഒരു പുതിയ കാര്യം തുടങ്ങുക എന്നുള്ളതാണ്. സന്തോഷം ആകർഷിക്കാൻ മുന്നോട്ട് പോകുക. എപ്പോഴും ആക്ഷൻ നമുക്ക് സന്തോഷം നൽകും. സമൃദ്ധി ആകർഷിക്കാനായിട്ട് ഉറച്ചൊരു അടിത്തറ കെട്ടിപ്പടുത്താൻ നോക്കുക എന്ത് കാര്യത്തിലാണെങ്കിലും. വിഷ് ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം.